ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ മേഘ അനിയനെയും അനിയത്തെയും അതുപോലെ അച്ഛനെയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ട്രീറ്റിന് വന്നിരിക്കുകയാണ്. കാരണം മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ സ്വത്തുക്കളൊക്കെ വിൽക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അതിൻ്റെ ഒരു ട്രീറ്റ് അച്ഛനും സഹോദരങ്ങൾക്കും കൊടുക്കുകയാണ്. ആ സമയത്ത് അവർ നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അനിയൻ പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുഴുവനായിട്ടുള്ള ബോസ് ആയല്ലോ, ഉത്തരവാദിത്തം മുഴുവൻ ചേച്ചിക്കായല്ലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ഒരു ജോലി തരാമോ? അത് കേട്ട സമയത്ത് മേഘ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു മാസത്തെ സമയം തീർച്ചയായിട്ടും ഞാൻ ജോലി തരാം. അവർ രണ്ടുപേരും സന്തോഷത്തോടെ പരസ്പരം നോക്കുന്ന സമയത്ത് മേഘയുടെ അച്ഛനും പറയുന്നുണ്ട്, കണ്ടോ, പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയും കിട്ടാൻ പോവുകയാണ്. അപ്പോൾ മേഘയുടെ അനിയത്തിയും അച്ഛനോട് പറയുന്നുണ്ട്, അതെ അച്ഛാ, ഭയങ്കര സന്തോഷമായി. അപ്പോൾ അയാൾ മേഘയോട് പറയാണ്, മേഘ പറയച്ചാ, ഇവർക്ക് രണ്ടുപേർക്കും നല്ല ശമ്പളം കൊടുക്കണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അച്ഛാ, അച്ഛൻ ടെൻഷൻ ആവണ്ട, മേഘ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ അനിയൻ അവളോട് നന്ദി പറയുന്നുണ്ട്. അവർ സന്തോഷത്തോടു കൂടിയാണ് 4 പേരും ഭക്ഷണം കഴിക്കുന്നത്. ആ സമയത്ത് ബേറർ വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇനി എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫലൂദയൊക്കെ വീണ്ടും ഓർഡർ ചെയ്തതിന് ശേഷം മേഘ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ഇനിയൊന്നും വേണ്ടാന്ന്. അവർക്കൊന്നും ഇനിയൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് മേഘ അയാളോട് മടക്കി അയക്കുകയാണ്. അയാളോട് ബില്ലെടുത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മേഘ അവരോട് പറയുന്നുണ്ട്, അയ്യോ വയറ് നിറഞ്ഞു, ഇനി എനിക്കൊന്നും വേണ്ടാന്ന്. അപ്പോഴേക്കും അയാൾ വന്ന സമയത്ത് കാർഡാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കാർഡിനുള്ള മെഷീൻ എടുത്തിട്ട് വരികയാണ്. ഒരു പണക്കാര സെറ്റപ്പ് തന്നെയായിരുന്നു മേഘ ശരിക്കും അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മേഘയുടെ അച്ഛനും മറ്റുള്ള സഹോദരങ്ങൾക്കൊക്കെ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം അവരൊരു പാവപ്പെട്ട ലെവലിൽ ജീവിക്കുന്നവരാണല്ലോ. മേഘയാണെങ്കിൽ ഒരു പണക്കാര രീതിയിലാണ് ജീവിക്കുന്നത്. അങ്ങനെ കാർഡിന് പൈസയൊക്കെ അടച്ചു കൊടുത്തതിന് ശേഷം അയാൾ ബില്ല് വേണോ ചോദിക്കുമ്പോൾ മേഘ അതൊക്കെ കൂളായിട്ട് വേണ്ടാന്ന് പറയുകയാണ്. അവരോട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് മേഘ കൈ കഴുകാൻ വേണ്ടി പോവുകയാണ്. തിരിച്ചു വന്നതിന് ശേഷം അവൾ ബാഗ് തുറന്നിട്ട് അയാൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ബില്ലിൻ്റെ ആ ഒരു ഇതിലേക്ക് അയാൾക്ക് ടിപ്പ് വെക്കുകയാണ്. അപ്പോൾ 500 രൂപ ടിപ്പ് വെക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവളുടെ സഹോദരൻ അവളെ നോക്കുന്നുണ്ട്, ഇത്രയും പൈസ ടിപ്പ് വെക്കണോ എന്നൊരർത്ഥത്തിൽ. അപ്പോൾ മേഘ അതിനുശേഷം അച്ഛനോടും സഹോദരങ്ങളോടും പറയാണ്, നിങ്ങൾ കഴിച്ചോ, എനിക്ക് ലേറ്റായി, ഞാൻ പോവുകയാണ്. ശരി. അങ്ങനെ മേഘ അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അയാൾ വന്നിട്ട് ബെറർ വന്നിട്ട് ബില്ലെടുക്കുന്ന സമയത്ത് മേഘയുടെ സഹോദരൻ പറയണം, ഒരു മിനിറ്റ്, ആ പൈസ ഇങ്ങോട്ട് താ എന്ന് പറയുന്ന സമയത്ത് അയാൾ ആ 500 രൂപ എടുത്തിട്ട് അയാൾക്ക് കൊടുക്കുകയാണ്. പകരം ഒരു 20 രൂപ കൊടുത്തിട്ട് അയാളോട് പറയുന്നുണ്ട്, എന്നാൽ ഇത്ര മതിയെന്ന്. അപ്പോൾ അയാളിങ്ങനെ മേഘയുടെ അനിയനെ നോക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ നോക്കുന്നത്, ആ പൈസ തന്നെ ധാരാളമാണ്. പിന്നെ അയാളൊന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. മകൻ്റെ ആ ഒരു പ്രവൃത്തി കണ്ട സമയത്ത് മേഘയുടെ അച്ഛൻ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അയാൾ മകനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യത്തിൽ നീ എന്നെക്കാളും പെർഫെക്റ്റ് ആണ് അച്ഛാ, നിങ്ങളുടെ മോനല്ലേ എന്ന അഭിമാനത്തോടെ അവനും പറയാണ്. മേഘയുടെ അച്ഛൻ ഒത്തിരി സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. അതേസമയം മലറിന് ഒരുപാട് കളിസാധനങ്ങളൊക്കെ ആയിട്ടാണ് മഹേന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് മലറിനെ കളിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, നോക്ക് മലർ, എന്തൊക്കെയാണ് മോക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നേന്ന്. അങ്ങനെ കുറേ ബൊമ്മയും അതുപോലെ ഡ്രസ്സും വാട്ടർ കളറും അങ്ങനെ മലറിന് കളിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ അയാൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മലറിനാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. അവർ വാങ്ങിക്കൊടുത്ത സാധനങ്ങളൊക്കെ അതിൻ്റേതായ മൂല്യത്തോടു കൂടിയാണ് മലർ കാണുന്നത്. അവൾ അതിന് ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കുന്നത് കാണുന്ന സമയത്ത് മഹേന്ദ്രനും ലക്ഷ്മിക്ക് ഒത്തിരി സന്തോഷവും അതുപോലെ ചന്ദ്രിക അവർ ഉപേക്ഷിച്ച് പോയതിൻ്റെ സങ്കടമൊക്കെ ഒരേ നിമിഷം വരികയാണ്. മലർ ചോക്ലേറ്റ് കഴിക്കുന്നത് നോക്കിയിട്ട് ലക്ഷ്മിയും മഹേന്ദ്രനും പരസ്പരം പുഞ്ചിരിക്കുകയാണ്. കാരണം അവരുടെ കൊച്ചുമകളാണല്ലോ, ആ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ അവർക്ക് കുട്ടിയോട് തോന്നുന്നുണ്ട്. അപ്പോഴാണ് മലർ ചോദിക്കുന്നത്, അമ്മ എന്തിനാ മുത്തശ്ശ എന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? ആ ചോദ്യം കേട്ട സമയത്ത് മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മുഖം വാടുകയാണ്. അപ്പം മലര് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയെ വഴക്ക് പറഞ്ഞോ? അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ആ കൊച്ചു കുട്ടിയോട് എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഞങ്ങളാരും മോളുടെ അമ്മയെ വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ എൻ്റെ അമ്മ എന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അതിനുത്തരമില്ലാതെ ലക്ഷ്മിയും മഹേന്ദ്രനും തലതാഴ്ത്തിയിരിക്കുകയാണ്. അപ്പം മലര് വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ മുത്തശ്ശ, എന്തിനാ അമ്മ എന്നെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോഴും അവരൊന്നും പറയുന്നില്ല. അപ്പം മലര് പറയുന്നുണ്ട്, ഇവിടെ വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അമ്മ നിങ്ങളുടെ 2 പേരുടെയും ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ട സമയത്ത് സന്തോഷം കൊണ്ടാണോ എന്നറിയില്ല, മഹേന്ദ്രനും ലക്ഷ്മിയും ഒരുപോലെ കണ്ണ് നിറയുകയാണ്. മാത്രമല്ല ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, നോക്ക്, ചന്ദ്രികയ്ക്ക് നമ്മുടെ മേൽ അങ്ങനെ പറയത്തക്ക ദേഷ്യമൊന്നുമില്ലാന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതേ ലക്ഷ്മി, ചന്ദ്രിക എവിടെയായിരുന്നാലും അവളുടെ സ്നേഹം മുഴുവൻ എപ്പോഴും നമുക്ക് തന്നെ ഉള്ളതാണ്. മഹേന്ദ്രൻ്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. പക്ഷേ
നമ്മൾ ആരാണെന്ന് അവളോട് പറയാത്തതിൻ്റെ ദേഷ്യത്തിലാണ് അവൾ ഇങ്ങനെ നടക്കുന്നത്. ലക്ഷ്മിയും സമ്മതിച്ചുകൊണ്ട് കണ്ണീര് തുടക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ. അപ്പോൾ മലരിങ്ങനെ രണ്ടുപേരെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മോള് വിഷമിക്കേണ്ട, നമ്മളെല്ലാവരും ഇന്ന് ചെന്നൈയിലേക്ക് പോവുകയാണ്, ഇനി ഒന്നും കുഴപ്പമില്ല കേട്ടോ. അത് കേട്ട സമയത്താണ് മലറിന് സമാധാനമായത്. ശരി മുത്തശ്ശ. അവൾ വീണ്ടും ചോക്ലേറ്റ് കഴിക്കുകയാണ്. കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ചന്ദ്രിക നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കളിക്കുകയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും. അപ്പോൾ ഒരു പരിചയമില്ലാത്ത പോലെ തന്നെയാണ് ചന്ദ്രിക സംസാരിക്കുന്നത്. സർ, കുറച്ചു നേരം കാത്തിരിക്കുമോ? ഞാൻ വേഗം ഭക്ഷണം ഉണ്ടാക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോളൂ കേട്ടോ. അത് കേട്ട സമയത്ത് ലക്ഷ്മിയും മഹേന്ദ്രൻ വേഗം എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചന്ദ്രികയോടായിട്ട് പറയുന്നുണ്ട്, ഏയ് അതൊന്നും വേണ്ട, ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എന്നിട്ട് ചന്ദ്രികയോട് യാചിക്കുന്നത് പോലെയാണ് മഹേന്ദ്രൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ മേലുള്ള ദേഷ്യമൊക്കെ മറന്നിട്ട് ഞങ്ങളുടെ മോളായിട്ട് നീ ഞങ്ങളുടെ കൂടെ വരണം. ലക്ഷ്മിയും അതുതന്നെയാണെന്ന് അർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ഒട്ടും പരിചയമില്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. സാർ, ഇതാണ് എൻ്റെ വീട്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ടാണ് വന്നത്. അവിടെ ജോലി ചെയ്തു, നിങ്ങൾ എനിക്ക് ശമ്പളവും തന്നു. ഇപ്പം എനിക്ക് അവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഓരോ വാക്കും മഹേന്ദ്രനും ലക്ഷ്മിയും കുത്തി കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ജോലിക്കാരിയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവരെ മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല അവൾ പറയുന്നുണ്ട്, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല സർ. മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കണ്ണ് നിറയാണ്. ലക്ഷ്മിയാണെങ്കിൽ ഷോക്കായിട്ടാണ് നിൽക്കുന്നത് ചന്ദ്രികയുടെ ആ ഒരു സംസാരം കേട്ടിട്ട്. അപ്പോൾ മഹേന്ദ്രൻ ക്ഷമയോടെ അവളോട് പറയുന്നുണ്ട്, ചന്ദ്രിക, ദയവ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി നീ എന്നോട് ജോലിക്കാരിയാണ് എന്ന് പറയാതെ. നീ അങ്ങനെ പറയുന്ന സമയത്ത് എൻ്റെ ഹൃദയം തന്നെ നിലച്ചു പോകുന്ന പോലെ തോന്നുന്നു മോളെ. അത് കേട്ട് ലക്ഷ്മിയും പൊട്ടി പൊട്ടി കരയാണ്. പക്ഷേ ചന്ദ്രിക ഒരുതരം പ്രതികാരത്തോടെ എന്ന പോലെയായിരുന്നു. കാരണം ഇത്രയും കാലം അവരിതൊന്നും പറയാത്തതിൻ്റെ ആ ഒരു സങ്കടവും വിഷമവും ഒക്കെ അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നോക്ക്, അറിഞ്ഞോ അറിയാതെയോ നീയാണ് ഞങ്ങളുടെ മകളെന്നുള്ള സത്യം ഞങ്ങൾ നിന്നോട് പറയാതെ മറച്ചു വെച്ചു. ചന്ദ്രിക ഒരു വാക്ക് പോലും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. പക്ഷെ അവളുടെ മനസ്സിൽ അപ്പോഴും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് കാരണമുണ്ട്, പക്ഷേ സത്യം നിന്നോട് പറയാതെ മറച്ചു വെച്ചത് ഞങ്ങൾ ചെയ്ത തെറ്റ് തന്നെയാണ്. അതിന് ഞങ്ങൾ നിൻ്റെ അടുത്ത് താഴ്മയായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. അപ്പോഴും ചന്ദ്രിക മറുപടി ഒന്നും പറയുന്നില്ല. അവൾ മിഴികൾ താഴ്ത്തി നിൽക്കുകയാണ്. വീണ്ടും മഹേന്ദ്രൻ യാചിക്കുകയാണ്, ദയവ് ചെയ്ത് മലറിനെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ കൂടെ വാ മോളെ. അപ്പോഴാണ് ചന്ദ്രിക പറയുന്നത്, സാർ, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറും ഒരു ജോലിക്കാരിയുടെ മുന്നിൽ ഇങ്ങനെ മാപ്പൊക്കെ ചോദിക്കുന്നത്? അത് കേട്ട സമയത്ത് ലക്ഷ്മി കരയാണ്. അപ്പോൾ മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളുടെ ഗൗരവത്തിനും അന്തസ്സിനും എനിക്കോ എൻ്റെ മോൾക്കോ നിങ്ങളുടെ മകളായിട്ടും കൊച്ചുമകളായിട്ടും ഒന്നും ജീവിക്കാനുള്ള ഒരു അർഹതയുമില്ല. ഇനി എന്താ ചന്ദ്രികയോട് പറയേണ്ടതെന്നറിയാതെ മഹേന്ദ്രൻ തലതാഴ്ത്തുകയാണ്. അപ്പോഴും ലക്ഷ്മി കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക പറയാണ്, ഞങ്ങൾ രണ്ടുപേരും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല. മഹേന്ദ്രൻ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ചന്ദ്രികയെ നോക്കുകയാണ്. പക്ഷേ ചന്ദ്രിക അവരെ രണ്ടുപേരെയും നോക്കാതെ തല താഴ്ത്തിയിട്ട് നിൽക്കുകയാണ്. ആ സമയത്തും ലക്ഷ്മി യാചിക്കുന്ന പോലെ കൈകൾ കൂപ്പിയിട്ടാണ് ചന്ദ്രികയുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ചന്ദ്രിക അതൊന്നും ഗൗനിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവരെ നോക്കാതെ തന്നെ ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ അന്വേഷിച്ച് വന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ. അവരോട് രണ്ടുപേരും ഇടയിട്ട് ചന്ദ്രിക പറയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ചന്ദ്രിക, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കുമോളെ. അപ്പോൾ ചന്ദ്രിക ഗൗരവത്തോടെയാണ് പറയുന്നത്, അമ്മ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനസ്സിന് അതൊന്നും സമാധാനപ്പെടുത്തില്ല. കരയുന്ന ലക്ഷ്മിയെ നോക്കിയിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ടുപേരോടും ഞാൻ കെഞ്ചിയിട്ട് പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് പോവണം. മഹേന്ദ്രൻ യാചനയോടെ വീണ്ടും ചന്ദ്രികയെ നോക്കുന്നുണ്ട്. ലക്ഷ്മിയും അപേക്ഷിക്കുകയാണ് കണ്ണുകൾ കൊണ്ട്. ആ സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, ഞങ്ങളെക്കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വേണ്ട സർ. അതിനുശേഷം അവർ രണ്ടുപേരും ചന്ദ്രികയുടെ മുന്നിൽ ഒരുപാട് നേരം യാചിച്ചിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു അവരുടെ കൂടെ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടിട്ടും ചന്ദ്രിക സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ മലര് കരയാണ്. അവർ ചെയ്തു പോയ തെറ്റിന് ഒരുപാട് തവണ രണ്ടുപേരും ചന്ദ്രികയോട് മാപ്പപേക്ഷിക്കുകയാണെങ്കിലും അതൊന്നും ചന്ദ്രികയുടെ മനസ്സ് അലിയിക്കുന്നുണ്ടായിരുന്നില്ല. കരഞ്ഞുകൊണ്ടാണ് അവർ രണ്ടുപേരും പറയുന്നതെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും ചന്ദ്രികയ്ക്ക് വരുന്നില്ല. അവൾ മനസ്സ് കല്ലാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അവരെത്രയൊക്കെ യാചിച്ചിട്ടും ചന്ദ്രിക അവസാനം വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും എന്നെക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ സർ. മഹേന്ദ്രൻ്റെ മുന്നിൽ അവൾ കൈകൂപ്പി നിൽക്കുകയാണ്.
ഇനി അവളോട് യാതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മഹേന്ദ്രനും ലക്ഷ്മിക്കും മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം കരഞ്ഞുകൊണ്ട് ലക്ഷ്മിയാണ് ആദ്യം അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് മലരി കൈപിടിച്ചിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി പോവല്ലേ മുത്തശ്ശി. എന്താണ് ആ കുഞ്ഞിനോട് പറയേണ്ടതെന്ന് അറിയാതെ ലക്ഷ്മി മലരിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെക്കുകയാണ്. ആ കുഞ്ഞിനോടൊന്നും പറയാനാവാതെ ലക്ഷ്മി കരയുന്നുണ്ട്. മഹേന്ദ്രനോടും മലരി യാചിക്കുകയാണ്, മുത്തശ്ശ എന്നെ കൂട്ടിയിട്ട് പോവും മുത്തശ്ശ. പക്ഷേ ചന്ദ്രികയെ നോക്കുന്ന സമയത്തൊക്കെ ചന്ദ്രിക ഗൗരവത്തിൽ തന്നെ നിൽക്കുകയാണ്. അവൾ അവർക്ക് മുഖം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലരിനെ കൂട്ടാൻ സാധിക്കില്ല എന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് മലരിനെ അവിടെ ആക്കിയിട്ട് മഹേന്ദ്രനും ലക്ഷ്മി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് ചന്ദ്രിക മകളെ പിടിച്ചു വെക്കുന്നുണ്ട്. മലരാണെങ്കിൽ വാശി പിടിച്ച് കരയാണ്, മുത്തശ്ശി മുത്തശ്ശ എന്നെയും കൂട്ടിയിട്ട് പോ. പക്ഷേ ചന്ദ്രിക പിടിച്ചു വെക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സഹിക്കാനാവാതെയാണ് ലക്ഷ്മിയും മഹേന്ദ്രനും അവിടെ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ അവരവരെ കാറിൽ കയറിയ സമയത്തൊക്കെ മലര് കരഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, എന്നെയും കൂട്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ചന്ദ്രിക കുഞ്ഞിൻ്റെ കൈ പിടിച്ചു വെക്കുകയാണ്. മഹേന്ദ്രൻ കാറിൽ കയറിയിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്താണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. അവളുടെ കൈ നിറച്ച് ഒരുപാട് കെട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് മഹേന്ദ്രനോട് പറയുകയാണ് വണ്ടി നിർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് മഹേന്ദ്രൻ മലറിന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ സമ്മാനങ്ങളും ആ ചോക്ലേറ്റും ഒക്കെ അവൾ തിരിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ യാചിക്കുന്നുണ്ട്, കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചതല്ലേ എന്ന്. അപ്പോൾ ചന്ദ്രിക തിരിച്ചു പറയാണ്, എൻ്റെ കുഞ്ഞിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും. ഞങ്ങൾക്കിതൊന്നും വേണ്ട സർ എന്ന് പറഞ്ഞിട്ട് ആ കവറുകളൊക്കെ തിരിച്ച് അവരെ തന്നെ ഏൽപ്പിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് അതൊക്കെ അവർ വാങ്ങിക്കുന്നുമുണ്ട്. ആ സമയത്തും മലരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മുത്തശ്ശി മുത്തശ്ശ എന്നെയും കൊണ്ടുപോകുന്നു. അപ്പോൾ മലരിനെ അവൾ തടുക്കുകയാണ്. തങ്ങൾ അവിടെ നിൽക്കും തോറും ചന്ദ്രികയുടെ ദേഷ്യം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് മഹേന്ദ്രനും ലക്ഷ്മി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മലരിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, വാശി പിടിക്കാതെ അനങ്ങാതെ നിൽക്കുമെന്ന്. അപ്പോഴും ചന്ദ്രികയോട് മലർ കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്, മുത്തശ്ശി മുത്തശ്ശനൊക്കെ പോവുക അമ്മ, വാ അമ്മ, നമുക്കും അവരെ കൂടെ പോവാം. അപ്പോൾ ചന്ദ്രിക സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കുഞ്ഞിനോട് പറയുന്നുണ്ട്, മലർ കരയില്ലടാ മോളെ. എന്നിട്ട് മലറിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾ അവരുടെ കാറ് പോയ ഭാഗത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അതേസമയം മേഘ ഓഫീസിലാണുള്ളത്. അവൾ ആകെ ഡിസ്റ്റർബ്ഡാണ്. അവളുടെ മനസ്സ് നിറച്ചും മനീഷ് പറഞ്ഞ ഓരോരോ കാര്യങ്ങളും, മനീഷ് അവളുടെ കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു വാശി പിടിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. ഇനിയും അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല, എന്തെങ്കിലും അവന് ചെയ്തേ പറ്റുള്ളൂ. മേഘ തീരുമാനം എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ മനീഷിനെ കോൾ ചെയ്തിട്ട് അവനോട് ക്യാബിനിലേക്ക് വരാൻ പറയുന്നുണ്ട്. മനീഷ് ഒത്തിരി സന്തോഷത്തോടെയാണ് വരുന്നത്. മേഘയുടെ ഓഫീസിലെത്തിയ സമയത്ത് തന്നെ സന്തോഷത്തോടെയാണ് മനീഷ് സംസാരിക്കുന്നത്. നമ്മുടെ കുറിച്ച് സംസാരിക്കാൻ നീ ഇത്ര പെട്ടെന്ന് തന്നെ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മേഘ. അപ്പോൾ മേഘ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പേഴ്സണൽ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല, ഒഫീഷ്യൽ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മനീഷിനെ വിളിച്ചിട്ടുള്ളത്. എന്താ കാര്യം മേഘ? മനീഷ് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ താഴെ നിന്ന് ഒരു ബാഗ് എടുത്തിട്ട് മനീഷിനോട് പറയുന്നുണ്ട്, മനീഷ് ഇതിൽ 20 lakhs rupees ഉണ്ട്. ഈ 20 ലക്ഷം രൂപ നമ്മുടെ ഇന്ദിരാനഗറിലുള്ള ബ്രാഞ്ചിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ മനീഷ് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, എന്താ ആലോചിക്കുന്നത് മനീഷ്? അല്ല, സാധാരണയായിട്ട് ഇങ്ങനെ പണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ മാനേജറായിട്ടുള്ള കൃഷ്ണമൂർത്തി സാറാണല്ലോ ചെയ്യാറുള്ളത്. അല്ല, പെട്ടെന്ന് എൻ്റെ കയ്യിൽ തരുന്നത് കൊണ്ട് ഒരു സംശയത്തോടെ നിന്നതാണ്. അപ്പോൾ മേഘ ഒരു കള്ളം പറയുന്നുണ്ട്, സാധാരണയായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുക്കാറ്. പക്ഷേ ഇന്ന് അദ്ദേഹം ലീവാണല്ലോ. അപ്പോൾ പണത്തിനെക്കുറിച്ചുള്ള കാര്യമാണല്ലോ, വിശ്വാസമുള്ള ഒരാളുടെ കയ്യിലല്ലേ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മനീഷ് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കെന്നെ വിശ്വാസം ഉണ്ടല്ലേ മേഘ? മേഘയും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. അപ്പോൾ മനീഷ് സന്തോഷത്തോടെ ആ പണം വാങ്ങിക്കുന്നുണ്ട്. മനീഷ് ശ്രദ്ധയോടെ കൂടെ പണത്തെ എടുത്തിട്ട് പോ, എന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം എന്നെ വിളിച്ച് പറയൂട്ടോ. ഓക്കെ മേഘ. മനീഷ് ആ പണവും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നാലെ തന്നെ മേഘയും പോയിട്ട് മനീഷ് പോയതും തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം സന്തോഷത്തോടെ വന്ന് അവളുടെ ചെയറിൽ ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ട്, ഇന്ന് ലാസ്റ്റ് ദിവസമാണ് നീ ഓഫീസിൽ നിൽക്കാൻ പോകുന്നത്. നേരെ മേഘ അവളുടെ അച്ഛനെയാണ് കോൾ ചെയ്യുന്നത്. അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾ പുറത്തൊരു തട്ടുകടയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് അച്ഛൻ ശ്രദ്ധയോടെ കേൾക്കണം. മനീഷ് ഇന്ദിരാനഗറിലുള്ള ബ്രാഞ്ചിലേക്ക് 20 ലക്ഷം രൂപയായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ആ പണം എങ്ങനെയെങ്കിലും അവൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കണം. എന്നിട്ട് അവളെ തട്ടിയെടുക്കാനുള്ള ഐഡിയ ഒക്കെ അച്ഛന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവസാനം എല്ലാം കേട്ടതിന് ശേഷം അയാൾ പറയുന്നുണ്ട്, പ്ലാനൊക്കെ മോൾ പറഞ്ഞു തന്നല്ലോ, ഇനി ഞാൻ ചെയ്തോളാം, മോൾ ഫോൺ കട്ട് ചെയ്തോ. അപ്പോൾ മേഘ സന്തോഷത്തോടെ അച്ഛനോട് പറയുന്നുണ്ട്, ഈ ഒരു കാര്യത്തെ അച്ഛൻ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി മനീഷിനെ കൊണ്ടുള്ള ഒരു ശല്യവും നമുക്ക് ഈ ഓഫീസിലോ നമ്മുടെ ജീവിതത്തിലോ ഉണ്ടാവില്ല അച്ഛാ. അതിനുശേഷം അവൻ്റെ ടോർച്ചറേ ഉണ്ടാവില്ല. അപ്പോൾ അവളുടെ അച്ഛൻ കൂളായിട്ട് പറയാണ്, ഞാൻ പറഞ്ഞല്ലോ മോളെ, ഞാൻ ചെയ്തോളാം. പണം അവൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തതിന് ശേഷം ഞാൻ നിന്നെ കോൾ ചെയ്യാം. ശരി അച്ഛാ. മേഘ കോൾ കട്ട് ചെയ്യാണ്. അവൾ അത്രയും സന്തോഷത്തിലാണുള്ളത്. കാരണം മനീഷിനിട്ടിട്ട് ഒരു മുട്ടം പണി തന്നെ കൊടുത്തൊരു സന്തോഷത്തിൽ. ഇന്ന് മനീഷ് ഈ ഓഫീസിൽ അവസാന ദിവസമാണെന്ന് ആലോചിച്ചിട്ടുള്ള ഒരു സന്തോഷത്തിൽ. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.